ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഇന്നത്തെ സന്ധ്യാവേളയിലെ ഈ മുകുന്ദമാല സ്തോത്രം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരവേ നമഃ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനേ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരും ദീനതാരിണം പരമാനന്ദമാധവം ശ്രീചൈതന്യ ഈശ്വരം. ഹരി ഓം തത്സത്. ഗുഹ്യത്തെ യസ്യ നഗരേ രംഗയാത്രാ ദിനേ ദിനേ തമഹം ശിരസാ വന്ദേ രാജാനാം കുലശേഖരം. ഹരേ കൃഷ്ണ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മുകുന്ദമാല സ്തോത്രം 16-ാമത്തെ സ്തോത്രമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ടിരുന്നു ശ്രീ കുലശേഖര രാജാവ് നമുക്കൊരു ഈ സംസാര സാഗരത്തിൽ നിന്ന് എങ്ങനെ മുക്തി നേടണം എന്ന് പറയുന്നതിനൊരു മാർഗം പറയുകയാണ്. അപ്പോൾ ആ സെക്ഷൻ മുതൽ തുടങ്ങുന്നത്, ഈ ശ്ലോകം മുതലുള്ള അടുത്ത 2-3 ശ്ലോകങ്ങൾ പറയുന്നത്, നമ്മൾ നേരത്തെ കഴിഞ്ഞ 2 ക്ലാസ്സുകൾക്ക് മുൻപ് ഈ മുകുന്ദമാല സ്തോത്രത്തിനെ പല സെക്ഷനായിട്ട് നമ്മൾ തിരിച്ചതിൽ ഇതെല്ലാം വരുന്നത് ഒരു മെഡിസിൻ, അതായത് സംസാര സാഗരത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി ഉള്ള ഒരു കുറച്ച് മരുന്നുകൾ നൽകുകയാണ് കുലശേഖര രാജാവ്. പ്രധാനമായിട്ടുള്ള മരുന്ന് എന്ന് പറയുന്നത് ഭഗവത് നാമം തന്നെയാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ, കഴിഞ്ഞ ശ്ലോകത്തിലും സ്തോത്രത്തിലും നമ്മൾ കണ്ടു നാമത്തിൻ്റെ മഹിമ കുലശേഖര രാജാവ് പറഞ്ഞു. സോ ഈ ശ്ലോകവും അതിനോടനുബന്ധിച്ച് തന്നെയുള്ള ഒരു സ്തോത്രമാണ്. അപ്പോൾ ഇതിലും കുലശേഖര രാജാവ് ഭഗവാന്റെ നാമത്തിൻ്റെ മഹിമയാണ് പറയുന്നത്. നമുക്ക് നോക്കാം എന്താണ് കുലശേഖര രാജാവ് ഈ സ്തോത്രത്തിൽ കൂടി നമുക്ക് പറയാനായിട്ട് വെച്ചിരിക്കുന്നത് എന്ന്. ഹേ മർത്യാ പരമം ഹിതം ശൃണുത വോ വക്ഷ്യാമി സംക്ഷേപതഃ സംസാരാർണവം ആപദൂർമി ബഹുലം സമ്യക് പ്രവിശ്യ സ്ഥിതഃ നാനാജ്ഞാനം അപാസ്യ ചേതസി നാമോ നാരായണായേതി അമും മന്ത്രം സപ്രണവം പ്രണാമസഹിതം പ്രാവർത്തയാധ്വം മുഹു. ഹേ മർത്യാ പരമം ഹിതം ശൃണുതവോ വക്ഷ്യാമി സംക്ഷേപതഃ സംസാരാർണവം ആപദ് ഊർമി ബഹുലം സമ്യക് പ്രവിശ്യ സ്ഥിതഃ നാനാജ്ഞാനം അപാസ്യ ചേതസി നമോ നാരായണായേത്യമും മന്ത്രം സപ്രണവം പ്രണാമസഹിതം പ്രാവർത്തയാധ്വം മുഹോ. ആരെങ്കിലും 2 പേർക്ക് വായിക്കാം? ഹരേ കൃഷ്ണ. വായിച്ചോളൂ. ഹേ മർത്യാ പരമം ഹിതം ശൃണുതവോ വക്ഷ്യാമി സംക്ഷേപതഃ സംസാരാർണവം ആപദൂർമി ബഹുലം സമ്യക് പ്രവിശ്യ സ്ഥിതഃ നാനാജ്ഞാനം അഭാസ്യ ചേതസി നമോ നാരായണേതി അമും മന്ത്രം സപ്രണവം പ്രണാമസഹിതം പ്രാവർത്തയാ
ഒരാളോട് വായിച്ചു. ആ, ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹേ മർത്യാ പരമം ഹിതം ശൃണ്വോ പശ്യാമി സംക്ഷേപദഃ സംസാരാർണവം ആപദൂർമി ബഹുലം സമ്യക് പ്രവിശ്യ സ്ഥിതാഃ നാനാജ്ഞാനമഭാസ്യ ചേതസി നമോ നാരായണായേതി നമം മന്ത്രം സപ്രണവം പ്രണാമസഹിതം പ്രാവർത്തയത്വം മുഹു. ഹരേ കൃഷ്ണ പ്രഭു. ജയന്തി മാതാജി വായിക്കാനായിട്ട് ശ്രമിച്ചായിരുന്നു. മാതാജി കൂടെ വായിച്ചോളൂ. ശ്ലോകം വായിക്കട്ടെ? ആ, വായിച്ചോളൂ പ്രഭുജി. വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഹേ മർത്യാ പരമം ഹിതം ശൃണുത ഗോവശ്യാമി സംക്ഷേപദഃ സംസാരാർണവം ആപദുർമി ബഹുലം സമ്യക് പ്രവിശ്യ സ്ഥിതാഃ നാനാജ്ഞാനവപാസി ചേതസി നമോ നാരായണായേതി അമും മന്ത്രം സപ്രണവം പ്രണാമസഹിതം പ്രാവർത്തയദ്വം മുഹും. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു വെരി മച്ച്. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും മലയാളം ട്രാൻസ്ലേഷൻ ഒന്ന് വായിക്കാമോ? ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹേ മർത്യരെ, നിർഭാഗ്യത്തിന്റെ തിരമാലകൾ അടിക്കുന്ന സംസാരക്കടലിൽ നിങ്ങൾ പൂർണ്ണമായി നിമഗ്നരായിരിക്കുന്നു. ഈ ജീവിതം കൊണ്ടുള്ള പരമമായ പ്രയോജനം എങ്ങനെ നേടാമെന്ന് ഞാൻ ചുരുക്കത്തിൽ പറഞ്ഞു തരാം. ജ്ഞാനം നേടാനുള്ള വിവിധ ശ്രമങ്ങൾ കൈവടിഞ്ഞ് ഓം നമോ നാരായണായ എന്ന മന്ത്രം നിരന്തരം ജപിക്കുകയും ഭഗവാനെ പ്രണമിക്കുകയും ചെയ്യുക. ഹരേ കൃഷ്ണ. ആ, ഇല്ല, ഭാവാർത്ഥം വേണ്ട. ഭാവാർത്ഥം കുറച്ച് വായിക്കണം, അത് പിന്നീട് വായിക്കാം. ഹരേ കൃഷ്ണ. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്തോത്രമാണ് നമുക്കിത് കാണാൻ സാധിക്കുന്നത്. ഇവിടെ പറയുന്നത്, ഇവിടെയും ഭഗവാന്റെ ആ നാമത്തിൻ്റെ മഹിമയാണ് കുലശേഖര രാജാവ് നമുക്കൊരു മെഡിസിനായിട്ട് നമുക്ക് തരുന്നത്. അതായത് ഈ സംസാര സാഗരത്തിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടിയുള്ള ഒരു മാർഗം, ഒരു മെഡിസിനാണ്. മുമ്പ് പറഞ്ഞതുപോലെ ഈ രണ്ട് സ്തോത്രം, നമ്മളിപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയ സ്തോത്രവും ഈ സ്തോത്രവും ഒരു നമ്മുടെ പാപങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷ നേടുന്നതിന് വേണ്ടിയുള്ള ഒരു മെഡിസിൻ, അല്ലെങ്കിൽ ഈ പാപം അല്ലെങ്കിൽ ഇതിൻ്റെ പാപഫലങ്ങൾ അനുഭവിക്കുന്ന ഈ മർത്യഭൂമിയിൽ നമ്മൾ ജീവിക്കുന്ന നമ്മൾക്ക് ഇവിടെ നിന്ന് ഉള്ള ഒരു രക്ഷ നേടുന്നതിനുള്ള മെഡിസിനാണ് കുലശേഖര രാജാവ് നമുക്ക് ഇതിൽ കൂടി പറഞ്ഞു തരുന്നത്. ഹേ മർത്യ പരമം ഹിതം ശൃണുത വാ വക്ഷ്യാമി സംക്ഷേപതഃ. ഇത് വളരെ സംക്ഷിപ്തമായിട്ട്, അതായത് വളരെ ചുരുക്കത്തിൽ ഞാൻ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് നേടാനുള്ള ഒരു മാർഗം ഞാൻ പറഞ്ഞു തരാം. നിങ്ങൾ ദയവായിട്ട് കേട്ടാലും. അതായത് ഏറ്റവും മഹത്തരമായ പരമം ഹിതം എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു. അതായത് സൂപ്പർലേറ്റീവായിട്ടാണ് അദ്ദേഹം പല വാക്കുകളും ഉപയോഗിക്കുന്നത്. അപ്പം ഏറ്റവും മഹത്തരമായിട്ടുള്ള ഒരു ഹിതം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഏറ്റവും വേണ്ടത് അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നത്, ഹിതം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്നത് എന്നാണ് അർത്ഥം. അപ്പോൾ ഇഷ്ടപ്പെടുന്നത് എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് പലർക്കും അല്ലെങ്കിൽ ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്നവർക്ക് ആർക്കും അത്രയ്ക്കും കൊണ്ട് ഇഷ്ടമല്ലെങ്കിൽ സുഖമുള്ളൊരു കാര്യമല്ല ഡിവോഷണൽ സർവീസ് എന്ന് പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇവിടെ ഹിതം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെന്നാൽ കുലശേഖര രാജാവ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആത്മാവിൻ്റെ ഹിതമാണ്. നമ്മളുടെ യഥാർത്ഥമായ നമ്മളുടെ ഇൻഡിവിജ്വാലിറ്റിയുടെ ആ ഹിതം. ആത്മാവ് ആഗ്രഹിക്കുന്നത് എന്താണ്? എപ്പോഴും ഭഗവാന്റെ അടുത്ത് ചെല്ലണം എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും പരമമായ ഹിതം, നമ്മളുടെ ആത്മാവിൻ്റെ, നമ്മളുടെ യഥാർത്ഥ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പരമമായ ഹിതം ആണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. വളരെ സംക്ഷിപ്തമായിട്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ദയവ് ചെയ്ത് കേട്ടാലും. ഹേ മർത്യ എന്നാണ് പറയുന്നത്. എന്താണ് മർത്യ എന്ന് പറഞ്ഞാൽ? മരിക്കാൻ പോകുന്നവരെ അല്ലെങ്കിൽ മരണമുള്ളവരെ എന്നാണ് നമ്മളെ കുലശേഖര രാജാവിടെ അഡ്രസ്സ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് മരണമുള്ളവരെ എന്ന് പറഞ്ഞിട്ട് പരമം ഹിതം, ഇത് രണ്ടും കൂടെ അദ്ദേഹം ഒരുമിച്ച് ഉപയോഗിക്കാനും ഒരു കാരണമുണ്ട്. എന്തെന്നാൽ മരണം എന്ന് പറയുന്നത് ആർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ആർക്കെങ്കിലും ഇഷ്ടമുണ്ടോ മരണം? ഈ ഭൗതിക ലോകത്തിൽ ജീവിക്കുന്ന ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മരണം എന്ന് പറയുന്നത്, അല്ലേ? അതാണ് ഈ സംസാര സാഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 4 ദുഃഖങ്ങൾ എന്ന് പറയുന്നത് ജന്മ മൃത്യു ജരാ വ്യാധി എന്ന് പറയുന്ന ക്ലേശങ്ങളാണ്. അപ്പോൾ ഈ ക്ലേശത്തിൽ ആർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മരണം. അപ്പോൾ മരിക്കുന്നവനെ എന്ന് നമ്മളെ ഓർമ്മിപ്പിച്ചിട്ട് അദ്ദേഹം പറയുകയാണ് പരമമായ ഹിതം.
അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ യഥാർത്ഥ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ യഥാർത്ഥമായ ആ ഒരു ഈ സ്തോത്രത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം മർത്യ എന്ന് പറയുമ്പോൾ നമ്മൾ മരിക്കുന്നവരാണ്, മരിക്കുന്നത് ആർക്കും ഇഷ്ടമുള്ളതല്ല. അപ്പോൾ നിങ്ങളുടെ പരമമായ ഹിതം എന്താണ്? മരണത്തിൽ നിന്ന് രക്ഷ നേടുക. അതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ മർത്യ പരമം ഹിതം ശൃണുത, നിങ്ങൾ കേൾക്കൂ, ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം വളരെ സംക്ഷിപ്തമായിട്ട് വളരെ ലളിതമായിട്ട് ഞാൻ പറഞ്ഞു തരാം. എന്താണ് ഈ മർത്യ എന്ന് വിളിച്ചിട്ട് നമ്മളെ ഒന്നുകൂടി അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്. എന്താണ്? സംസാരാർണവം ആപത് ഊർമി ബഹുലം സമ്യക് പ്രവിശ്യ സ്ഥിത. ഈ സംസാര സാഗരത്തിൻ്റെ ആപത് ഊർമി. എന്താണ് ഊർമി എന്ന് പറഞ്ഞാൽ? വേവ്സ്, അതായത് കടലിലുള്ള തിരമാലകൾ. ഈ സംസാര സാഗരത്തിൻ്റെ തിരമാലകൾ എന്തുകൊണ്ടുള്ള തിരമാലകളാണ്? ആപത് ഊർമി ബഹുലം. അപ്പം എല്ലാവർക്കും സമ്യക്, എല്ലാവർക്കും ഒരുപോലെ അനുഭവിക്കേണ്ടതായി വരുന്ന വിഷമതകൾ അടങ്ങുന്ന തിരമാലകളാണ്. ഈ ഭൗതിക ലോകത്തിൻ്റെ ഈ സൈക്കിളാണ്, ഒരു ജന്മമൃത്യു ജരാവ്യാധി എന്ന് പറയുന്ന ആ സൈക്കിളിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് നമ്മൾ. അപ്പോൾ ആ തരത്തിലുള്ള ഈ ഒരു സാഗരത്തിൽ ആപത്ത് ഊർമി, അല്ലെങ്കിൽ ആപത്ത് എന്ന് ഉദ്ദേശിക്കുന്നത് അപകടം നിറഞ്ഞത് എന്ന് നമുക്ക് ജനറലായിട്ട് അപായം എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ആപത്ത് എന്ന് പറഞ്ഞാൽ നോർമൽ ഇതിൽ പറയുമ്പോൾ അപായ സൂചകമായത് എന്ന് പറയുമ്പോൾ ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള, തീർച്ചയായിട്ടും ഡേഞ്ചർ തന്നെ. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മിസ്ഫോർച്യൂൺ പറഞ്ഞാൽ ദൗർഭാഗ്യം നിറഞ്ഞ അല്ലെങ്കിൽ ദൗർഭാഗ്യം എന്ന തിരമാലകൾ കൊണ്ട് നിറഞ്ഞ, ബഹുലം എന്ന് പറഞ്ഞാൽ ക്രൗഡഡ്, ഫുള്ളി കൺജസ്റ്റഡ് അല്ലെങ്കിൽ ക്രൗഡഡ് ആയിട്ടുള്ള, സമ്യക് എല്ലാം കംപ്ലീറ്റ്, എല്ലാത്തിൻ്റെയും ഈ ഒരു കാര്യമാണ് ഭൗതിക ലോകത്തിനെ നമുക്ക് വിഷമ സംഘടനമായി അല്ലെങ്കിൽ വിഷമങ്ങൾ നിറഞ്ഞതൊരു ആക്കുന്നത്. എന്താണെന്ന് പറഞ്ഞാൽ ദൗർഭാഗ്യപരമായ കാര്യങ്ങളാണ്. എന്തുകൊണ്ടാണ് ദൗർഭാഗ്യം എന്ന് പറയുന്നത്? ഈ ഭൗതിക ലോകത്തിൽ എന്ത് നടന്നാലും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞാൽ സുഖമായിട്ട് സൗഖ്യമായിട്ട് ജീവിക്കണം എന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കും. പക്ഷേ നമുക്ക് വരുന്നത് ഒന്നും അങ്ങനെയല്ല. നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ പലതും വിപരീതമായിട്ടാണ് നമ്മൾക്ക് നടന്നു പോകുന്നത്. അതുപോലെ കഴിഞ്ഞ നേരത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പറഞ്ഞു, ഈ ഭൗതിക ലോകത്തിൻ്റെ ഏറ്റവും വലിയ വിഷമതകൾ എന്ന് പറയുന്നത് നമ്മൾക്ക് ഇനി വരാൻ പോകുന്നത് എന്ത് എന്ന് നമുക്ക് അറിയില്ല. അതിനോടുള്ള ഭയമാണ്. ശോക, മോഹ, ഭയ എന്ന് പറയുന്ന 3 കാര്യങ്ങളാണ് നമുക്ക് ഈ ഭൗതിക ലോകത്തിലുള്ളത്. എന്താണ്? ശോകം, മോഹം, ഭയം. ശോകം എന്ന് പറഞ്ഞാൽ നേരത്തെ പണ്ട് നടന്നതിനെക്കുറിച്ച് ഓർത്ത് നമ്മൾ കരയുന്നു. ശോകം, നമുക്ക് ദുഃഖമുണ്ടാകും. ഇപ്പോൾ അത് എങ്ങനെ എൻജോയ് ചെയ്യണമെന്ന് ഓർത്ത് നമ്മൾ കഷ്ടപ്പെടുകയാണ്. ഭയം എന്ന് പറഞ്ഞാൽ ഇനി വരാൻ പോകുന്നത് എന്ത് എന്നോർത്ത് നമ്മൾ ഭയപ്പെടുന്നു. അപ്പോൾ ഇത് 3ഉം കൂടെ കലർന്നതാണ് ഈ ഭൗതിക ലോകം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇവിടെ എങ്ങനെയാണ് നമുക്ക് ജീവിക്കേണ്ടത് അതിനെക്കുറിച്ച് നമുക്ക് ഒരു ഊഹവുമില്ല. നമുക്കൊരിക്കലും സന്തോഷഭരിതമായിട്ട് നമുക്കിവിടെ ജീവിക്കാൻ സാധിക്കത്തില്ല. അതാണ് നമ്മളുടെ ആഗ്രഹം, സന്തോഷമായിട്ട് ജീവിക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന പ്രശ്നം എന്താണ്? ആപത് ഊർമി ബഹുലം. ഈ ഭൗതിക ലോകം എന്ന് പറയുന്നത് ഭഗവാൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. എന്താണ്? ദുഃഖാലയം അശാശ്വതം. അപ്പോൾ ഇത് മറ്റൊരു രീതിയിൽ കുലശേഖര രാജാവ് പറയുന്നു, ആപത് ഊർമി ബഹുലം. ഈ സംസാര സാഗരത്തിൻ്റെ തിരമാലകൾ എന്ന് പറയുന്നത് ദൗർഭാഗ്യം നിറഞ്ഞ, അല്ലെങ്കിൽ ദൗർഭാഗ്യമാകുന്ന തിരമാലകൾ കൊണ്ട് നിറഞ്ഞ സാഗരത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അടുത്ത 3ാമത്തെ ലൈനിൽ എന്ത് പറയുന്നു? അപ്പം അവിടെ നാനാ ജ്ഞാനം അപാസ്യ ചേതസി നമോ നാരായണ. എന്താണ് പറയുന്നത്? ആ സ്തോത്രത്തിൽ പറയുന്നത് എന്താണ്? ഭഗവാൻ നാമ, ഇത് നാനാ ജ്ഞാനം അപാസ്യ ചേതസി നമോ നാരായണായേതി. അപ്പം ഇതിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം, പലതരത്തിലുള്ള ജ്ഞാനങ്ങളുണ്ടെങ്കിലും
അതായത് ജ്ഞാനം എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് അടുത്ത ഇനി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് പറയാം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന്. പക്ഷേ പലതരത്തിലുള്ള ജ്ഞാനം അതെല്ലാം നമുക്ക് റിജക്റ്റ് ചെയ്യണം. അപാസ്യ ചേതസി, അപ്പോൾ അപാസ്യ എന്ന് പറഞ്ഞാൽ റിജക്റ്റ് ചെയ്യുക. നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അതിനെല്ലാം റിജക്റ്റ് ചെയ്തിട്ട് ഭഗവാൻ നമോ നാരായണായ എന്ന ആ മന്ത്രത്തിനെ അക്സെപ്റ്റ് ചെയ്യണം. മന്ത്രം സപ്രണവം, അതായത് ഓം എന്ന് അവിടെ പറയുന്നുണ്ട്. നമോ നാരായണായ എന്ന് പറയുന്നു, നമോ നാരായണായേത്യ അമും എന്ന് പറഞ്ഞിട്ട് മന്ത്രം സപ്രണവം, അതായത് ഓംകാരം ചേർത്ത് വിളിക്കണം. ഇത് ഓം, അപ്പോൾ ആദ്യം നമ്മൾ നമോ നാരായണ, ആ നാരായണ നാമത്തിനെ പ്രണമിക്കണം, അല്ലെങ്കിൽ നമോ നാരായണ എന്ന് പറഞ്ഞിട്ട് പറയുന്നു. അത് ജപിക്കേണ്ടത് ആ പ്രണവം എന്ന ആ അക്ഷരം, അതിനെ കൂടെ അത് ചേർത്ത് വേണം നമുക്ക് ജപിക്കാൻ എന്ന് പ്രണാമസഹിതം ഭഗവാനെ വണങ്ങിക്കൊണ്ട് നമ്മൾ ആ നാമം ജപിക്കണം എന്നാണ് ഇവിടെ കുലശേഖര രാജാവ് ഈ സ്തോത്രത്തിൽ പറയുന്നത്. അപ്പം നമുക്കിനി അതിനെക്കുറിച്ച് കുറച്ചുകൂടി നമുക്ക് വിശദമായിട്ട് നമുക്ക് നോക്കാം. എന്താണ് ഇപ്പം ഈ മുമ്പ് പറഞ്ഞതുപോലെ ഇത് ഭഗവാന്റെ നാമമാകുന്ന ആ മരുന്നാണ് നമുക്കിവിടെ തരുന്നത്. ഭഗവാന്റെ നാമമാകുന്ന ആ മരുന്ന് എന്തിനു വേണ്ടിയിട്ട്? ഈ സംസാര സാഗരത്തിൽ നിന്ന്, അല്ലെങ്കിൽ ഈ പാപക്കടലിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ ഭഗവാന്റെ നാമം, ഭഗവാന്റെ രൂപം, ഇതെല്ലാം നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത് ഇതിൽ നിന്ന് മാറുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതിൽ നിന്ന് രക്ഷ നേടുന്നതിന് വേണ്ടി നമ്മളെ എങ്ങനെയാണ് സഹായിക്കുന്നത് എന്ന് നമ്മൾ അറിയണം. ഭഗവാന്റെ നാമവും ഭഗവാന്റെ രൂപവും ഇതെല്ലാം ഇത് നമുക്കറിയാം. ഭഗവത്ഗീതയിൽ 9-ാമത്തെ അധ്യായത്തിലും 18-ാമത്തെ അധ്യായത്തിലും പറയുന്ന ഒരു ശ്ലോകമുണ്ട് റിപ്പീറ്റ് ചെയ്യുന്നത്. ഏത് ശ്ലോകമാണ് 2 പ്രാവശ്യം ഭഗവാൻ റിപ്പീറ്റ് ചെയ്യുന്നത്? ആർക്കെങ്കിലും ഒന്ന് പറയാമോ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, കറക്റ്റ്. ആദ്യത്തെ രണ്ട് ലൈൻ മാത്രമാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. യെസ്, വളരെ സന്തോഷം. അപ്പം ആദ്യത്തെ 2 ലൈൻ ഭഗവാൻ റിപ്പീറ്റ് ചെയ്തത് എന്താണ്? മന്മന ഭവമദ്ഭക്തോ മദ്യാജി മാം നമസ്കുരു. അപ്പോൾ ഇതെല്ലാം ഈ 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് ഭഗവാൻ നമ്മളോട് ആവശ്യപ്പെടും. അപ്പോൾ ഈ 4 കാര്യങ്ങളും ചെയ്യുമ്പോൾ എന്താണ് നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നത്? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്തപ്പോൾ പറയുകയുണ്ടായി, ചില ഈ മോട്ടിവേഷണൽ സ്പീക്കേഴ്സ് അല്ലെങ്കിൽ പല തരത്തിലുള്ള വൈജ്ഞാനികൾ നമ്മളോട് പറയുന്നുണ്ട്, നമ്മുടെ ലുക്ക് അറ്റ് യുവർ സെൽഫ്, നിങ്ങളെ തന്നെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഉള്ളിലേക്ക് നിങ്ങൾ തന്നെ നോക്കൂ എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറയുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കുമ്പോൾ നമ്മൾ എന്താണ് നമ്മുടെ ഉള്ളിൽ കാണുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്താണ് നമ്മുടെ ഉള്ളിൽ നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്നാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഇരുട്ട് എന്തുകൊണ്ടുള്ള ഇരുട്ടാണ്? അജ്ഞത. യെസ്. പിന്നെ വേറെ ഒരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ടോ? യെസ്, നോട്ട്ബുക്ക് ഒക്കെ മറിച്ച് നോക്കാം. എന്തോ? അല്ലല്ല, നമ്മളുടെ ഉള്ളിൽ നോക്കുമ്പോൾ നമ്മുടെ ആഗ്രഹങ്ങൾ, യെസ് കറക്റ്റ്, ആഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞ പൂർണ്ണമായ ഇരുട്ട്. അപ്പോൾ ആ പൂർണ്ണമായ ഇരുട്ട് എങ്ങനെ ഉണ്ടായി? ആഗ്രഹങ്ങൾ കൊണ്ട് തിങ്ങി നിറഞ്ഞ ഒരു മനസ്സ് ആണ് നമ്മൾക്കുള്ളിൽ കാണുന്നത്. അപ്പോൾ ആഗ്രഹങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിചാരങ്ങൾ, നമ്മൾ ഒരുപാട് ചിന്തിച്ച് നമ്മൾക്ക് അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്ന് നമ്മൾ പലതും ചിന്തിച്ച് നമ്മളുടെ ആ വിചാരധാരകളാണ് നമ്മളുടെ മനസ്സിനെ കണ്ടാമിനേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ നാമവും ഭഗവാന്റെ രൂപവും ഭഗവാനെ പ്രണമിക്കുകയും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോൾ ഭഗവാന്റെ കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ മനസ്സ് നിറയുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മളുടെ ഭൗതികപരമായ നമ്മളുടെ ചിന്തകൾ വിൽ നാരോ ഡൗൺ. ഭൗതികപരമായ നമ്മളുടെ ചിന്തകൾ അത് കുറഞ്ഞ് ചെറുതായി കുറഞ്ഞു വന്ന് അത് നിറച്ച് ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ അത് മനസ്സിൽ അക്കോമഡേറ്റ് ചെയ്യുമ്പോൾ അങ്ങനെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടാകുമ്പോഴാണ് നമ്മൾക്ക് ഇതിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കും. സോ നമ്മളുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമുക്കറിയാം,
ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. നമ്മളുടെ ഏറ്റവും വലിയ ശത്രു ആരെന്ന് പറയുന്നു ഭഗവത്ഗീതയിൽ? നമ്മുടെ മനസ്സ് ആരെ മായമാതിച്ച് എന്താ പറഞ്ഞേ? ആഗ്രഹങ്ങൾ. യെസ്. മനസ്സും തീർച്ചയായിട്ടും മനസ്സ് നമ്മുടെ ശത്രുവും ബന്ധുവുമാണ്. പക്ഷെ മനസ്സിലുണ്ടാകുന്ന നമ്മളുടെ ആഗ്രഹങ്ങളാണ്. ആ ആഗ്രഹങ്ങളെക്കുറിച്ച് നമ്മളൊരു സ്പെഷ്യൽ ഒരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ആഗ്രഹം, നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങളെക്കുറിച്ച് ഏത് രീതിയിലാണ് നമ്മൾ ചിന്തിക്കുന്നതാണ് ആഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങൾ നമ്മുടെ ആത്മാവിനെയും പരമാത്മാവിനെയും കാണിച്ചു തരുന്നു. അതല്ല. റോഷി മാതാജി എന്താണ് പറഞ്ഞത്? നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹം നമ്മുടെ ആഗ്രഹങ്ങളാണെന്ന് നമുക്ക് കരുതുന്നു. യെസ്, ആ ഒരു തെറ്റിദ്ധാരണ. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച് മാതാജി. അതായത് നമ്മളുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങൾ നമ്മളുടെ ആഗ്രഹമാണ് എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് മനസ്സ് ചെയ്യുന്നത്. അതാണ് ഏറ്റവും വലിയ ഒരു പ്രോബ്ലം നമ്മൾ ഫേസ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആഗ്രഹങ്ങൾ, മനസ്സ് ജനിപ്പിക്കുന്ന ആഗ്രഹങ്ങൾ നമ്മളുടെ ആഗ്രഹമാണ് എന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക. അപ്പോൾ ആ മനസ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും, ഇത് രണ്ടും കൂടെ ചേർന്നതാണ് ഭൗതിക ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭൗതിക ശരീരത്തിൻ്റെ ആഗ്രഹങ്ങൾ നമ്മളുടെ ആഗ്രഹമാണ് എന്ന തരത്തിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ച് അങ്ങനെ കംപ്ലീറ്റ് നമ്മളെ പിടിച്ച് ഭൗതികതയിലേക്ക് നിർത്തിയിരിക്കുകയാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്കൊരു മോചനം ലഭിക്കുന്നതാണ്, അല്ലെങ്കിൽ മോചനം നേടാൻ സാധിക്കുന്ന ഒരു മാർഗമാണ് ഭഗവാന്റെ നാമവും ഭഗവാന്റെ രൂപവും. ഇതെല്ലാം ചേരുമ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിനെ നിറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഭൗതികപരമായ ചിന്തകൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ അതെല്ലാം മാറ്റും. മുമ്പ് പറഞ്ഞതുപോലെ മായമാതാജി പറഞ്ഞു, നമ്മളുടെ ആഗ്രഹങ്ങൾ നമ്മളുടെ ശത്രുക്കളാണ്. ആ ശത്രുക്കളെ നമുക്ക് മാറ്റി നിർത്താൻ നമുക്ക് സാധിക്കുന്ന ഒരു മാർഗമാണ് ഭഗവത് നാമം. തീർച്ചയായിട്ടും നമുക്ക് ആദ്യം ജപിക്കുമ്പോഴൊന്നും അത്ര സുഖം ഉണ്ടാവില്ല അല്ലേ, അത്ര രസം ഉണ്ടാവില്ല ജപിക്കുമ്പം. അത് കുറച്ച് ബോറ്, അല്ലെങ്കിൽ മാല എത്ര ജപിക്കണം, ഒരു മാലയൊക്കെ ജപിക്കുന്നത് വലിയ കഷ്ടമാണ്. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഒരു ക്ലാസ്സിൽ ചെന്നപ്പോൾ അവിടുത്തെ ഒരു മാതാജിക്ക് മാല വേണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഒരു മാല കൊണ്ട് കൊടുത്തു. ആ മാല കൊണ്ട് കൊടുത്തപ്പോൾ ആ മാലയ്ക്ക് വലിയ നീളം, അതായത് സാധാരണ അവിടെ മറ്റുള്ള മെമ്പേഴ്സിന് കൊണ്ട് കൊടുത്ത് ചെറിയ മാലയായിരുന്നു, ചെറിയ മാല. അപ്പം ഈ പിന്നെ കൊണ്ടു കൊടുത്ത മാല വേറൊരു മാതാജിക്ക് കൊണ്ട് കൊടുത്തപ്പോൾ മറ്റുള്ളവർക്കുള്ള മാലയെക്കാട്ടിൽ വലിയ മാല. എന്നോട് ചോദിച്ചത് 108 കൂടുതലുണ്ടോ, അതായത് വലിയ മാല ഉണ്ട്, ജപിക്കാൻ ഒരുപാട് സമയം എടുക്കുമോ? 108 നമ്പർ സെയിം തന്നെയാണ്. പക്ഷേ അപ്പോൾ കൂടുതൽ മന്ത്രം ജപിക്കണോ എന്ന് തോന്നുമ്പോൾ അവർക്കൊരു വിഷമം, അത് കൂടുതൽ ഒരുപാട് സമയം എടുക്കുമോ, ഒരുപാട് ജപിക്കേണ്ടി വരുമോ എന്ന ഒരു വിഷമം. അപ്പോൾ നമുക്കൊക്കെ ഇനീഷ്യൽ സ്റ്റേജസിൽ നമുക്ക് ഭഗവാന്റെ നാമം ജപിക്കുക എന്ന് പറയുന്നത് കുറച്ച് വിഷമമുള്ള കാര്യമാണ്. പക്ഷെ അത് നമ്മൾ കുറച്ച് ഹാബിറ്റ് ആക്കി കഴിഞ്ഞാൽ അത് നമുക്ക് കുറച്ച് സ്ലോലി നമുക്കതിനോട് ടേസ്റ്റ് ഉണ്ടാവും. സോ ഭഗവാൻ വളരെ സ്പഷ്ടമായിട്ട് ഭഗവത്ഗീതയിൽ 12-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്. എന്താണ്? ഒരു ഡിവോട്ടീസ് എന്ന് പറയുന്ന അവരെ പെട്ടെന്ന്, ഇത് വളരെ പെട്ടെന്ന് തന്നെ അവരെ ഈ ജന്മമൃത്യു ജരാവ്യാധിയിൽ നിന്ന് ഞാൻ അവർക്ക് മോക്ഷം നൽകുന്നതാണ്. 12-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, തേഷാമഹം സമുദ്ധർത്ത മൃത്യു സംസാര സാഗരാത് ഭവാമി ന ചിരാത് പാർത്ഥ മയ്യാവേശിത ചേതസാം. സോ ആരാണോ എന്നെക്കുറിച്ച് അല്ലെ എന്നെ പൂജിക്കുകയും എന്നെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുകയും എൻ്റെ ആക്ടിവിറ്റീസ്, എൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും അല്ലെങ്കിൽ എനിക്ക് വേണ്ടി പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന, അതായത് വിത്തൗട്ട് ഡീവിയേഷൻ, എങ്ങനെ ഒരു തരത്തിലുള്ള വ്യതിചലനങ്ങളും കൂടാതെ എന്നെക്കുറിച്ച് മാത്രം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നവനാണ്, എന്നെ സ്വന്തം മനസ്സ് എന്നിൽ കേന്ദ്രീകരിക്കുന്നവരുവനാണ് എങ്കിൽ അവന് ഞാൻ പെട്ടെന്ന് തന്നെ ഈ സംസാര സാഗരത്തിൽ നിന്ന് അല്ലെങ്കിൽ ജന്മമൃത്യുവിൽ നിന്ന് ഞാൻ അവന് മോക്ഷം നൽകും, അല്ലെങ്കിൽ അവനെ മുക്തനാക്കും എന്ന് പറയുന്നുണ്ട്. സോ ഒരു പക്ഷേ നമുക്ക് ജപം ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് പറയാം, നമുക്ക് അത്രയ്ക്ക് ആ ഒരു ടേസ്റ്റ് തോന്നുന്നില്ല, കുറച്ച് പ്രയാസമാണ്. പക്ഷെ ആ പ്രയാസമാണ് എന്തുകൊണ്ട് നമുക്ക് പ്രയാസം തോന്നാൻ കാരണം
എന്തുകൊണ്ടാണ് നമുക്ക് പ്രയാസം, ജപം ചെയ്യാൻ പ്രയാസം തോന്നാൻ കാരണം എന്താണ്? നിങ്ങൾക്കൊക്കെയുള്ള പ്രയാസങ്ങൾ എന്താണ്? എന്തെങ്കിലും പ്രയാസമുണ്ടോ? അതോ നിങ്ങളൊക്കെ നല്ല രീതിയിൽ ജപിക്കുന്നവരായിരിക്കുമെന്ന് എനിക്കറിയാമെങ്കിലും എന്തെങ്കിലും പ്രയാസം നമ്മൾ നേരിടുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം എന്താണ്? സന്തോഷത്തോടുകൂടി നല്ലതുപോലെ മാല ജപിക്കുന്ന എത്ര പേരുണ്ട് ഇവിടെ? എല്ലാവരും ജപിക്കുന്നവരാണോ അതോ എന്താണ്? ഒന്നും പറയുന്നില്ല. ജീവിക്കുന്നുണ്ടോ പ്രഭുജി? അല്ല, എത്ര മാല ജപിക്കുന്നുണ്ട്? എന്തോ എത്ര മാല ജപിക്കുന്നുണ്ട്? 16 മാല. 10 മാല, 8 മാല. യെസ്. അപ്പൊ ഈ ഇത്രയും മാലകൾ ജപിച്ചു കഴിയുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ട് അല്ലേ? മാല ജപിച്ച് കഴിഞ്ഞതിന്റെ സന്തോഷമാണോ അതോ പോസിറ്റീവ് വൈബ് കിട്ടാറുണ്ട്? പക്ഷെ എൻ്റെ ചോദ്യം അതല്ല. നമ്മൾക്ക് എത്ര പേർക്ക് ഒരു ദിവസം നമ്മളിപ്പോൾ 16 മാല ജപിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ ആ 16 മാല ജപിച്ച് കഴിഞ്ഞ് മാല താഴ്ത്തി വെക്കുമ്പോൾ അല്ല എനിക്ക് ഇനി ഒരു 16 മാല കൂടെ ജപിക്കണം ഇന്ന് എന്ന് തോന്നിയിരിക്കുന്ന എത്ര പേരുണ്ട് എല്ലാ ദിവസവും? ഞാൻ 32 മാല ജപിക്കാറുണ്ട് പ്രഭുജി. അപ്പൊ എനിക്ക് പിന്നെയും 16 മാല കൂടി ജപിക്കണമെന്ന് തോന്നാറുണ്ട്. ഓ വെരി ഗുഡ്. ജയന്തി മാതാജിക്ക് ജയ് ഹോ. വേറെ ആർക്കെങ്കിലും തോന്നാറുണ്ടോ? 1-2 മാല എക്സ്ട്രാ ജപിക്കാറുണ്ട്. 16 ജപിച്ചിട്ട് പിന്നെ 1-2. വെരി ഗുഡ്. സോ നമ്മൾക്ക് യഥാർത്ഥത്തിൽ നമ്മൾക്ക് ഭഗവാന്റെ നാമം, ചില പ്രഭുപാദിനോട് ഒരാൾ ചോദിച്ചു, അല്ലെ ഭഗവാന്റെ നാമം ജപിക്കുന്നു, നമുക്ക് എനിക്ക് ഭഗവാന്റെ നാമത്തിനോട് ടേസ്റ്റ് ഉണ്ടോ എന്ന് അറിയുന്നത് എങ്ങനെയാണ്? ഞാൻ ഇത്രയും മാല ജപിക്കുന്നുണ്ട്, പക്ഷേ എങ്ങനെ അറിയാം എനിക്ക് ഭഗവാന്റെ നാമത്തിനോട് അട്രാക്ഷൻ ഉണ്ട് എന്ന് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചപ്പോൾ ചില പ്രഭുപാദ് കൊടുത്ത ഒരു മറുപടിയാണ്, എന്തുകൊണ്ട് 16 മാല മാത്രമേ ജപിക്കുന്നുള്ളൂ, എന്തുകൊണ്ട് 16,000 മാല ജപിച്ചുകൂടാ എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാകുമ്പോൾ അതിനെയാണ് ഭഗവത് നാമത്തിനോടുള്ള അട്രാക്ഷൻ എന്ന് പറയുന്നത് എന്നാണ് ചില പ്രഭുപാദ് പറഞ്ഞത്. അപ്പോൾ ഭഗവാന്റെ നാമം ജപിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? വീണ്ടും നാമം ജപിക്കാൻ. അങ്ങനെ വീണ്ടും നാമം ജപിക്കണം എന്ന തോന്നൽ നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ നമ്മുടെ ഭൗതികപരമായ ആസക്തികൾ, ഭൗതികപരമായ മറ്റ് ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് മാറി എന്ന ഒരു ഇൻഡിക്കേഷൻ നമുക്കവിടെ വരും. അങ്ങനെ കംപ്ലീറ്റ് മറ്റ് കാര്യങ്ങൾ മാറുമ്പോൾ നമ്മൾ എപ്പോഴും ഭഗവാന്റെ നാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാന്റെ രൂപത്തിനെക്കുറിച്ച് ഓർക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ എപ്പോഴും ഭഗവാന്റെ ചിന്താഗതികൾ മാത്രമാണ് വരുന്നത്. നമുക്കറിയാം നാമം തന്നെ. അപ്പോൾ ആ ജപം അല്ലെങ്കിൽ ഭഗവാന്റെ നാമം ജപത്തിനോട് നമുക്ക് അത്രയ്ക്ക് ടേസ്റ്റ് എല്ലാവർക്കും വരാത്തതിന് കാരണം നമുക്കാർക്കും യഥാർത്ഥമായ ആ സ്നേഹം അല്ലെങ്കിൽ പ്യുവർ ലവ് നമ്മുടെ ഹൃദയത്തിൽ ഉദിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ ഉദിച്ചിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രശ്നം. അപ്പോൾ ഭഗവാനോടുള്ള സ്നേഹം, ലവ് ഓഫ് ഗോഡ് ഹെഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുകയാണ് എങ്കിൽ നമുക്ക് എപ്പോഴും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കാനും ഭഗവാന്റെ നാമം ജപിക്കാനും ഉള്ള അവസരം ഉണ്ടാകും. അപ്പോൾ ആ ലവ് ഓഫ് ഗോഡ് ഹെഡ് നമ്മുടെ ഹൃദയത്തിൽ എങ്ങനെ ജനിപ്പിക്കാൻ സാധിക്കും? ഇത് ഓർക്കുമ്പോൾ, ഇത് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു മനോഹരമായ ഒരു കഥ എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. ചില ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് ഉണ്ടായിരുന്ന സമയത്ത് നടന്ന ഒരു സംഭവമാണ്. അപ്പോൾ അദ്ദേഹം 64 ഗൗഡീയ മഠങ്ങൾ സ്ഥാപിച്ചു. അതായത് ഇന്ന് നമുക്ക് ഇസ്കോൺ ക്ഷേത്രങ്ങളുള്ളതുപോലെ അന്ന് പല സ്ഥലങ്ങളിലുള്ള ക്ഷേത്രങ്ങൾ അദ്ദേഹം അല്ലെങ്കിൽ ഗൗഡീയ മഠങ്ങൾ അദ്ദേഹം സ്ഥാപിച്ചിരുന്നു. അങ്ങനെ സ്ഥാപിച്ച സമയത്ത് ഒരു സ്ഥലത്ത് അദ്ദേഹം ഇരിക്കുമ്പോൾ ആ ആശ്രമത്തിൽ ഒരു വ്യക്തി പുതിയതായിട്ട് വന്ന ഒരു വ്യക്തി, ആ വ്യക്തി ഫുൾ ടൈം നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. കയ്യിലൊരു ജപമാല. ദയവ് ചെയ്തൊന്ന് മ്യൂട്ട് ചെയ്യുമോ എല്ലാവരും? ഷേർലി മാതാജിയുടെ മ്യൂട്ടിലല്ല, അൺമ്യൂട്ട് ആയിരിക്കുകയാണ്. ഷേർലി മാതാജി ഒന്ന് മ്യൂട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്. അപ്പോൾ ആ വ്യക്തി കംപ്ലീറ്റ് സമയം രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ കയ്യിൽ ജപമാലയും വെച്ച് ജപിച്ചുകൊണ്ടേയിരിക്കുക. അങ്ങനെ ജപിച്ചുകൊണ്ടേയിരിക്കുന്നു. കുറേ ആദ്യത്തെ ദിവസം കുഴപ്പമില്ല, രണ്ടാമത്തെ ദിവസം കുഴപ്പമില്ല, ഒരാഴ്ച കഴിഞ്ഞു, ഒരു മാസമായി. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോൾ മറ്റ് അന്തേവാസികൾ, ആ ആശ്രമത്തിൽ താമസിച്ചിരുന്ന മറ്റ് വ്യക്തികൾക്കുടെ ഇടയിൽ ഒരു മർമറിങ്, ഒരു മുറുമുറുപ്പ് ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിന് പല ആൾക്കാർ സംസാരിച്ചു, ഇയാൾ മാത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്കും വേണമെങ്കിൽ ഇരുന്ന് ജപിച്ചുകൊണ്ടിരിക്കാമല്ലോ. കാരണം ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഒരു ആശ്രമം എന്ന് പറയുമ്പോൾ മറ്റു പല സർവീസുകളും അവിടെ ഉണ്ടാവും.
മറ്റു പല സർവീസുകൾ എന്ന് പറയുമ്പോൾ അവിടെ ഭഗവാന് വേണ്ടി ഭോഗ പ്രിപ്പയർ ചെയ്യണം, മറ്റ് ഡിവോട്ടീസ് എല്ലാം ഇരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയുള്ള ഭക്ഷണം പാചകം ചെയ്യണം, പ്രസാദം അവർക്കുള്ള എല്ലാം പാചകം ചെയ്യണം, പിന്നെ വെജിറ്റബിൾ കട്ടിങ്, സാധനങ്ങൾ മേടിക്കണം, തൂക്കണം, തുടയ്ക്കണം, ആരതി. ഒരു ആശ്രമമാകുമ്പോൾ അത്രയും ധാരാളം സേവനങ്ങൾ ഇങ്ങനെ ഉണ്ടാവും. അപ്പം മറ്റുള്ള അന്തേവാസികളെല്ലാവരും ഈ മറ്റ് പല സേവനങ്ങളിലെല്ലാം ഇൻവോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു വ്യക്തി മാത്രം ഇരുന്ന് നാമം ജപിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവർക്കൊക്കെ ഇടയിൽ മറുമറുപ്പുണ്ടായി, ഇങ്ങനെ വല്ലാത്തൊരു മറുമറിയൊക്കെ ഉണ്ടായി. അപ്പോൾ എല്ലാവരും കൂടെ തീരുമാനിച്ച് നമുക്കിത് ഗുരു മഹാരാജിനെ അറിയിക്കാം, അതായത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിനെ അറിയിക്കാം എന്ന് അവരെല്ലാവരും കൂടെ തീരുമാനിച്ചിട്ട് എല്ലാവരും കൂടെ പോയി മഹാരാജിൻ്റെ അടുത്ത് പോയത് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, എല്ലാം പ്രണാമം എല്ലാം അർപ്പിച്ചിട്ട് പറഞ്ഞു, മഹാരാജ് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു സങ്കടമുണ്ട്, ഒരു വിഷമമുണ്ട്, അത് അങ്ങേ അറിയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അതുകൊണ്ടാണ് വന്നത് എന്ന് പറയുമ്പോൾ എന്താണെന്ന് ചോദിക്കുമ്പോൾ പറയും ഇന്ന പോലെയാണ് സംഭവം. ഇപ്പോൾ ഒരാശ്രമത്തിൽ ഇപ്പോൾ ഒരു 10-20 പേരുണ്ട് എങ്കിൽ അതിൽ ഒരാൾ മാത്രം ഇരുന്ന് 24 hours അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ മുതൽ കിടക്കുന്നിടം വരെ ജപം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾക്കും വേണമെങ്കിൽ അങ്ങനെ ഇരിക്കാം. പക്ഷേ അങ്ങനെ ഒരാൾ മാത്രം ജപം ചെയ്തുകൊണ്ടിരിക്കും, മറ്റുള്ളവരെല്ലാവരും ഇന്ന് സർവീസ് ചെയ്യുമ്പോൾ അത് ശരിയാണോ? താങ്കൾ അദ്ദേഹത്തിനോടൊന്ന് അങ്ങനെ അങ്ങനെ ജപിച്ചുകൊള്ളൂ, പക്ഷേ സേവനത്തിൽ കൂടെ ഇൻവോൾവ് ആകണം എന്നൊന്ന് പറയുമോ എന്ന് ചോദിച്ച് അതൊരു കംപ്ലൈൻ്റായിട്ട് ചെന്ന് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിനോട് ഇവരെല്ലാവരോട് ചെന്ന് പറഞ്ഞപ്പോൾ ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് പറഞ്ഞു, അതത്ര ഈസി അല്ല. ഒരാൾക്കങ്ങനെ ജപം ചെയ്യണമെന്ന തോന്നലുണ്ടാകുന്നത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് ഇവർക്ക് അത്ര സാറ്റിസ്ഫൈഡ് ആയില്ല എന്ന് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജിനോട് മനസ്സിലായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്കിലൊരു കാര്യം ചെയ്യും, നിങ്ങൾക്കൊരു ചെറിയൊരു ടെസ്റ്റ് തരാം. നിങ്ങളൊരു കാര്യം ചെയ്യൂ, ന്യൂസ് പേപ്പറിൽ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കുക. ഇത് മാത്രമാണ് കണ്ടീഷൻ. എന്താണ്? കംപ്ലീറ്റ് സമയം അല്ലെങ്കിൽ ഡെയിലി ഒരു ഫിക്സഡ് ടൈം 12 hours അല്ലെങ്കിൽ 16 hours നമ്മൾ ഉണർന്നിരിക്കുന്ന അത്രയും സമയം ഇരുന്ന് നാമം ജപിക്കുക. അവർക്ക് വേണ്ട പ്രസാദവും അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും മറ്റെല്ലാ ബേസിക് നീഡ്സ് കൊടുക്കും. ഇപ്പോൾ ഒരാൾ ചെയ്യേണ്ടത് എന്താണ്? ആശ്രമത്തിൽ വന്ന് നിൽക്കാം, അവർ ഇരുന്ന് നാമം ജപിക്കുക മാത്രം. അങ്ങനെ ഒരു അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കൂ എന്ന് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് അദ്ദേഹത്തിൻ്റെ മറ്റ് ശിഷ്യന്മാരോട് പറഞ്ഞു. അപ്പോൾ അവർ അദ്ദേഹത്തിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തു. ആ അഡ്വർടൈസ്മെൻറ്റ് ന്യൂസ് പേപ്പറെല്ലാം പോയി. കുറേ ആൾക്കാർ ആശ്രമത്തിൽ വന്നു. കാരണം അവർക്കൊന്നും ചെയ്യണ്ടല്ലോ. ഫുഡ്, അക്കോമഡേഷൻ, ഇത് നമുക്കറിയാലോ, റോട്ടി, കപ്പട, മക്കാൻ, ഇത് 3 ഫ്രീ. ഭക്ഷണം 3 നേരം കിട്ടും, 3 നേരമോ 2 നേരമോ കിട്ടും. പിന്നെ താമസിക്കാനുള്ള സൗകര്യം, വസ്ത്രവും കിട്ടും. അപ്പോൾ ബേസിക് നീഡ്സ് എല്ലാം മീറ്റ് ചെയ്യപ്പെടും എന്ന കണ്ടീഷനിലാണ് ഇവരെല്ലാവരും. ധാരാളം ആൾക്കാർ വന്നു, ജപിച്ചാൽ മാത്രം മതിയല്ലോ. അപ്പോൾ ആദ്യത്തെ ദിവസം ഹാള് നിറഞ്ഞു, ആൾക്കാർ ഇഷ്ടം പോലെ. എല്ലാവർക്കും വലിയ സന്തോഷമായി, ഇഷ്ടം പോലെ ആൾക്കാർ വന്നല്ലോ. അപ്പോൾ ഭക്തി സിദ്ധാന്ത സരസ്വതി മഹാരാജ് വെയിറ്റ്, നിങ്ങളെല്ലാം നോക്കൂ എന്ന് പറഞ്ഞു. അപ്പോൾ രാവിലെ മുതൽ ഈ ആൾക്കാരെല്ലാവരും എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് വൈകിട്ട് വരെ ചാൻഡിങ്, പിന്നെ കിടന്നുറങ്ങും, ഭക്ഷണം കഴിക്കും, കിടന്നുറങ്ങും, പിന്നെ ദിവസം ചാൻഡിങ്. ഒരു ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3-ാമത്തെ ദിവസമായപ്പോൾ പതുക്കെ ആൾക്കാർ പോകാൻ തുടങ്ങി. ഒരാഴ്ചയ്ക്കകം, ഒരാഴ്ചയോ 1.5 ആഴ്ചയോ ആകൊണ്ട് കംപ്ലീറ്റ് ആൾക്കാർ, ആ വന്ന അഡ്വർടൈസ്മെൻറ്റ് കണ്ട് വന്ന ആൾക്കാരെല്ലാവരും തിരിച്ചുപോയി. ഒന്നും ചെയ്യണ്ട അവർക്ക്, ജസ്റ്റ് സിംപ്ലി ഇരുന്ന് ഹരിനാമം ജപിച്ചാൽ മാത്രം മതി. 3 നേരം ഭക്ഷണവും അവർക്ക് താമസിക്കാനുള്ള സൗകര്യവും ബേസിക് നീഡ്സ് എല്ലാം ഫ്രീ ആയിട്ട് കൊടുത്തിട്ടും ഒരാൾക്കിരുന്ന് നാമം ജപിക്കാൻ സാധിക്കില്ല എന്ന് അവിടെ ആ ഒരു ഇൻസ്റ്റൻസ് കൊണ്ട് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ് ആ ആശ്രമത്തിലുണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഡിസൈപ്പിൾസിനെ മനസ്സിലാക്കി കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ആ പുതിയതായി വന്ന വ്യക്തിക്ക് ഹരിനാമത്തിനോട് അത്ര ടേസ്റ്റ് ഉണ്ടാകണമെങ്കിൽ there is love of Godhead in his heart. അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ ഭഗവത് പ്രേമമുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ ഹരിനാമം അത്രയും സമയം ഇരുന്ന് ജപിക്കാൻ സാധിക്കുന്നത്. അത് എല്ലാവർക്കുമുള്ള ഒരു തോന്നലല്ല, എല്ലാവർക്കും ആ തോന്നൽ ഉണ്ടാവില്ല എന്ന് ഭക്തി സിദ്ധാന്ത സരസ്വതി ഗോസ്വാമി മഹാരാജ്
അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. വളരെ മനോഹരമായ ഒരു പാസ്റ്റ് ടൈമാണ്. ആലോചിക്കുക, അപ്പോൾ എല്ലാം ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും ഇരുന്ന് ജപിക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മൾക്ക് ഹരിദാസ് ഠാക്കൂറിനെ അറിയാം. അദ്ദേഹം ഫുൾ ടൈം 24 മണിക്കൂർ 22 മണിക്കൂറും ഭഗവത് നാമം ജപിക്കുകയാണ് അദ്ദേഹം ചെയ്തിരുന്നത്. സോ അപ്പോൾ അതുപോലെ അത് വരണമെന്നുണ്ടെങ്കിൽ അതുപോലെ ഭഗവത് പ്രേമം ഹൃദയത്തിലുണ്ടെങ്കിലുള്ളേ. നമുക്കെല്ലാവർക്കും അറിയാം ഭക്തിലതാ ബീജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലൊരു ഞാനൊരു ചോദ്യം നിങ്ങളോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നു. ശാസ്ത്രത്തിൽ ചൈതന്യചരിതാമൃത ശ്രീ ചൈതന്യ മഹാപ്രഭു എപ്പോഴും പറയുന്നത് ഭക്തിലതാ ബീജം അല്ലെങ്കിൽ ഒരു ക്രീപ്പർ എന്നാണ്. അതായത് ഭക്തി എന്ന് പറയുന്നത് ഒരു ക്രീപ്പർ എന്നാണ് ശാസ്ത്രത്തിൽ വർണ്ണിക്കുന്നത്. അത് എന്തുകൊണ്ട് അതൊരു വൃക്ഷമാണ് എന്ന് വർണ്ണിക്കാത്തത്? എന്തുകൊണ്ട് അത് ഭക്തിവൃക്ഷമാണ്? നമ്മൾക്കറിയാം ഭക്തിവൃക്ഷ എന്ന് പറയുന്ന ഒരു സിസ്റ്റമുണ്ട്. അതുപോലെ ഭക്തിവൃക്ഷമാണ് നമ്മുടെ ഹൃദയത്തിൽ വളരുന്നത് എന്ന് എന്തുകൊണ്ടാണ് ശ്രീ ചൈതന്യ മഹാപ്രഭു അതിനെ വർണ്ണിക്കാതിരുന്നതെന്ന് പറയാമോ? എന്തുകൊണ്ടാണ് അതിനെ ക്രീപ്പറായിട്ട് വർണ്ണിക്കാൻ കാരണം? ആർക്കെങ്കിലും പറയാമോ എന്താന്ന്? പ്രഭു പറഞ്ഞുതരാം. ക്രീപ്പറാകുമ്പോള് പടർന്ന് കയറും. വൃക്ഷം പടർന്ന് പന്തലിക്കുള്ളൂ, ഇത് പടർന്ന് കയറും. അല്ല, ഇപ്പം നമ്മുടെ ഒരു തെങ്ങ് അല്ലെങ്കിൽ കവുങ്ങ് നമ്മുടെ ഇതുണ്ടല്ലോ, അടയ്ക്കാമരം, അതൊക്കെ നേരെ അങ്ങ് വളർന്ന് നേരെ മേളിലോട്ട് പോകുമല്ലോ. അങ്ങനെ പോകാമല്ലോ. പൈൻ ട്രീ നല്ല നീളത്തിൽ പോകുന്നതല്ലേ, അങ്ങനെ നേരത്തെ വൃക്ഷമായിട്ട് പോകാമല്ലോ. വൃക്ഷമല്ലേ ക്രീപ്പറേക്കാൾ വലുത്? ഇത് വൃക്ഷം എന്ന് പറഞ്ഞാൽ വളരെ സ്ട്രോങ്. ഓരോരുത്തരും ഹരേ കൃഷ്ണ, ഓരോരുത്തരുടെ കൈ ഉയർത്തിയിട്ട് സംസാരിക്കൂ ദയവ് ചെയ്ത്. എല്ലാവരോടും ഒരുമിച്ച് മൈക്രോഫോൺ ഓൺ. വിജയശ്രീ മാതാജി പറയൂ. ഒരു ഭക്തന്റെ സഹായത്തോടെ മാത്രമേ ഭക്തിയിൽ വളരാനായിട്ട് പറ്റുള്ളൂ. വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. വളരെ താങ്ക്സ് വിജയശ്രീ മാതാജി, വളരെ പെർഫെക്റ്റ് ആൻസർ ആണത്. അതായത് എപ്പോഴും ഭക്തി വളരണമെങ്കിൽ മറ്റൊരാളുടെ സഹായത്തോടു കൂടി മാത്രമേ സാധിക്കുള്ളൂ. ക്രീപ്പർ എന്ന് പറഞ്ഞാൽ ക്രീപ്പർ ഒറ്റയ്ക്ക് വളരില്ല. ക്രീപ്പറിന് മുകളിലേക്ക് പോകണമെങ്കിൽ മറ്റൊരു വൃക്ഷത്തിൻ്റെ സഹായം വേണം. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്. മറ്റുള്ളവരുടെ കയ്യിലുള്ള ആൻസർ ഇതായിരുന്നോ? ഹരേ കൃഷ്ണ പ്രഭുജി, പറയാൻ ഉദ്ദേശിച്ചത് ഒരു താങ്ങ് വേണമായിരുന്നു. താങ്ങ് വേണം, കറക്റ്റ്. ജിജി മാതാജി കറക്റ്റ്. സുകന്യ മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. പ്രഭുജി, ഞാൻ ഉദ്ദേശിച്ചത് ഒരു ട്രീ എന്ന് പറയുമ്പോൾ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പിന്നെ വളരില്ല, അവിടെ നിൽക്കും സ്റ്റേബിൾ ആയിട്ട്. പക്ഷെ ക്രീപ്പർ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ശരി. അതൊരു ക്രീപ്പറിന് ഒരു ലിമിറ്റ് ഇല്ലേ? അത് ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ പോകുമോ ക്രീപ്പറും? എനിവേ, വെരി ഗുഡ്, നോ പ്രോബ്ലം, ദറ്റ്സ് ഫൈൻ. വേറെ ആർക്ക്? എനിവേ പ്രഭുജി, മാതാജി പറയട്ടെ. ഒരു ഗുരു വേണം, ഒരു ഗൈഡ് ചെയ്യാൻ ഒരാൾ വേണം. യെസ്, ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ്. ഓക്കെ, അതായത് മെയിൻലി പറഞ്ഞു കഴിഞ്ഞാൽ ക്രീപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു സഹായത്തോടു കൂടി മാത്രമേ അതിന് വളരാൻ സാധിക്കുകയുള്ളൂ. ഭക്തിയും അങ്ങനെ തന്നെയാണ്. ഭക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും മറ്റൊരു ഭക്തൻ്റെ സഹായത്തോടു കൂടി. യെസ്, ഇറ്റ് ക്യാൻ ബി ഗുരു, ഇറ്റ് ക്യാൻ ബി എനി അതർ സീനിയർ ഡിവോട്ടീസ്, ഇറ്റ് ക്യാൻ ബി എ ഗൈഡിങ് ഗുരു. സോ ആരാണെങ്കിലും ഒരു സഹായത്തോടു കൂടി മാത്രമേ ഒരു ഭക്തിക്ക് വളരാൻ സാധിക്കുകയുള്ളൂ. സോ വളരെ ഇമ്പോർട്ടൻ്റ്. അതാണ് എപ്പോഴും അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യം നമ്മുടെ ശാസ്ത്രം നമുക്ക് നൽകുന്നത്. അസോസിയേഷൻ ഓഫ് ഡിവോട്ടീസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അവരിൽ നിന്ന് നമുക്ക് എൻതൂസിയാസം നമുക്ക് ലഭിക്കുകയും നമ്മൾക്ക് അതിൽ കൂടി നമുക്ക് വളരാൻ സാധിക്കുകയും ചെയ്യും. സോ ഇങ്ങനെ പരസ്പരം കൈമാറിക്കൊണ്ട് അതുകൊണ്ടാണ് നെക്ടർ ഓഫ് ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഉപദേശാമൃതം പഠിച്ചിരിക്കുന്നവർക്കറിയാം, വായിച്ചിരിക്കുന്നവർക്കറിയാം. അതിൽ പ്രധാനപ്പെട്ട ഒരു ശ്ലോകത്തിൽ പറയുന്നുണ്ട്, 4ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, 2 ഡിവോട്ടീസ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ സാധിക്കും. സോ അതിനൊക്കെ ഇമ്പോർട്ടൻസ് കൊടുക്കാൻ കാരണം ഈ ഒരു കാര്യമാണ്. കാരണം ഒരു ഭക്തന് മാത്രമേ മറ്റൊരു ഭക്തനെ മുകളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. സോ അതുകൊണ്ടാണ് ഭക്തിലത ബീജം അല്ലെങ്കിൽ അതിനെ ക്രീപ്പറായിട്ട് കൺസിഡർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ അത് കമ്പയർ ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ ഈ ഭഗവത് നാമജപം എന്ന് പറയുന്നത്, ഇപ്പം ഇവിടെ കുലശേഖര രാജാവ്
ഭഗവാൻ നാമം ജപിക്കണം. ഓം നമോ നാരായണായ എന്ന നാമം, നമോ നാരായണായ എന്ന് പറഞ്ഞിട്ട് പ്രണവത്തോടു കൂടി ഓം നമോ നാരായണായ എന്ന് ജപിക്കണം എന്ന് ഇവിടെ പറയുന്നത്. ഭഗവാന്റെ നാമം നമ്മൾ ജപിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഭഗവാന്റെ രൂപത്തിനെക്കുറിച്ച് ഓർമ്മ വരികയും ആ മറ്റു ഭൗതികപരമായ ചിന്തകളിലെല്ലാം മാറി അതിലേക്ക് ഭഗവാനെ കൊണ്ടിരുത്താൻ സാധിക്കുമെന്ന് പറയും. പക്ഷേ ഇനീഷ്യലി നമുക്ക് ഒരുപാട് ചലഞ്ചസ് നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നു. നമ്മൾ ഒരുപാട് അപരാധങ്ങൾ ചെയ്തുകൊണ്ട് ഭഗവാൻ നാമം ജപം തന്നെ 3 തലങ്ങളിലായിട്ട് നമുക്ക് ജപിക്കാനായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 1 നാമാപരാധ, 2 നാമാഭാസ, 3 ശുദ്ധനാമം. അപ്പോൾ എന്താണ് നാമാപരാധം എന്ന് പറഞ്ഞത്? അപരാധങ്ങളോടുകൂടി ഭഗവാന്റെ നാമം ജപിക്കുക. നമുക്കറിയാം നമ്മൾ അപരാധങ്ങൾ ഒരുപാട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അപരാധങ്ങൾ പലതരത്തിലുള്ള അപരാധങ്ങളുണ്ട്. നാമത്തിനോടുള്ള അപരാധമുണ്ട്. അതായത് പല സന്ദർഭങ്ങളിലും ഞാൻ കണ്ടിട്ടുണ്ട്, ഭാഗവതമോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ ക്ലാസ് നടക്കുന്ന സമയത്ത് ജപമാലയും കൊണ്ടുപോയി ഇരുന്നു കൊണ്ട് ഭാഗവതം ക്ലാസ് കേൾക്കും. ജപം ജപിക്കുകയും നാമം ജപിക്കുകയും ഭാഗവതം ക്ലാസ് കേൾക്കുകയും കൂടെ ചെയ്യും. ഇറ്റ്സ് എ ബിഗ് ഓഫൻസ്. വലിയൊരു അപരാധമാണ് അത്. എന്തുകൊണ്ടെന്നാൽ 2 തരത്തിലുള്ള അപരാധമാണ് അവിടെ ചെയ്യുന്നത്. ഒന്ന്, ഭാഗവതം പറയുന്ന ആ വ്യക്തിയോട് ചെയ്യുന്നൊരു അപരാധമാണ്, ഭാഗവതം സ്പീക്കർ. അപ്പോൾ അദ്ദേഹത്തിനെ ഒരു റെസ്പെക്റ്റ് ഇല്ലാതെ അല്ലെങ്കിൽ നമ്മൾ വെറും സില്ലി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. സോ ഓക്കെ, മേ ബി അന്നത്തെ ദിവസത്തെ ചാൻറ്റിങ് കഴിഞ്ഞിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ എനിക്ക് രാവിലെ ചാൻറ്റിങ് തീർക്കണം എന്നുള്ള ആഗ്രഹം, ദാറ്റ് ഇസ് ഡിഫറെൻറ്റ്. പക്ഷേ ഭാഗവതം ക്ലാസ് കേൾക്കുമ്പോൾ അത് കേൾക്കുക, നാമം ജപിക്കുമ്പോൾ നാമം ജപിക്കുക. അതായത് ഒരു ചെറിയൊരു കൺസെപ്റ്റ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കുക. അതായത് നാമം ജപിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല. നാമം ജപിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ എന്ത് ചെയ്യുകയാണെങ്കിലും നാമം ജപിക്കാം. ഞാൻ പറഞ്ഞത് ക്ലിയർ ആണോ? അതായത് നാമം ജപിക്കുമ്പോൾ ഒന്നും ചെയ്യാൻ പാടില്ല, എന്നാൽ എന്ത് ചെയ്യുകയാണെങ്കിലും നാമം ജപിക്കണം. ഇത് രണ്ടിൻ്റെ ഡിഫറൻസ് മനസ്സിലായോ എല്ലാവർക്കും? അല്ല പ്രഭു, ഒരു സംശയം ചോദിച്ചോട്ടെ. ഇപ്പൊ പ്രഭു രണ്ടാമത്തെ കൺസെപ്റ്റ് രണ്ടാമത്തെ ലൈൻ പറഞ്ഞില്ലേ, എന്ത് ചെയ്യുമ്പോഴും നാമം ജപിക്കാം. അപ്പൊ ആ ഭാഗവതം കേൾക്കുമ്പോൾ നാമം ജപിച്ചുകൊണ്ട് കുഴപ്പമില്ല. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, ഞാൻ അതിലേക്ക് വരാം. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ പ്രഭുജി, എനിക്ക് തോന്നുന്നത് നമ്മൾ സദാസമയം നാമം ജപിച്ചുകൊണ്ടിരിക്കുക. എന്ത് ചെയ്യുമ്പോഴും എന്ത് കർമ്മം ചെയ്യുമ്പോഴും നാമം ജപിച്ച് ചെയ്യുമ്പോൾ, ഈവൻ കുക്ക് ചെയ്യുമ്പോൾ നാമം ജപിച്ച് ചെയ്താൽ അതിന്റെ പുണ്യം അത് കഴിക്കുന്നവർക്കും കൂടി കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്യുമ്പോഴും, ഇപ്പോൾ എന്ത് ചെയ്യുകയാണെങ്കിലും നാമം ജപിച്ച് സദാ ഭഗവാനെ ഓർത്ത് ചെയ്യുക എന്നാണ് തോന്നുന്നത്. അത് കറക്റ്റ് ആണ്. യെസ്, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? അത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് എനിക്ക് മനസ്സിലായത്. മനസ്സിലായില്ല, ജയന്തി മാധവി പറഞ്ഞ് മനസ്സിലായില്ല. എന്താ പറഞ്ഞത്? ജപമാല ഉപയോഗിച്ച് നമ്മൾ ജപിക്കുമ്പോൾ ഹരേ മന്ത്രം മാത്രമേ ജപിക്കാവൂ, വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. അല്ലാണ്ട് കുക്കിംഗ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ സദാസമയം ജപം ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ആ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ, വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? നാമെങ്കിലും ഭഗവാന് ജപിക്കാം. പക്ഷെ ജപമാലയിൽ നമ്മൾ അത് ചെയ്യണത്, ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ചെയ്യണത് തെറ്റാണ്. ശരി, ഓക്കെ, ഫൈൻ. ഓക്കെ, ഞാൻ അംബിക മാതാജി ലാസ്റ്റിൽ ഒരാളുടെ പറഞ്ഞു പ്രഭു, നാമം ജപിക്കുമ്പം നാമം മാത്രം ജപിക്കുക. നമ്മൾ ക്ലാസ് കേൾക്കുമ്പോൾ ക്ലാസ് മാത്രം, എന്ത് ചെയ്യുന്നു അത് മാത്രം ചെയ്യുകയെന്ന് ഞാൻ ഏതോ ഒരു ക്ലാസ്സിൽ കേട്ടിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു, നമ്മൾ 24 മണിക്കൂർ ഉണർന്നിരിക്കുമ്പോൾ, ഉറക്കത്തിനൊക്കെ പറ്റില്ല, ഉണർന്നിരിക്കുമ്പോഴൊക്കെ നമ്മൾ മനസ്സ് ഭഗവാനിലായിരിക്കണം എന്ന് പറയുമ്പോൾ നമ്മൾ അതെങ്ങനെയാണ് പ്രഭു? ഓക്കെ, ഫൈൻ, അതിലേക്ക് വരാൻ മതി. ഓക്കെ, താങ്ക് യു സോ മച്ച്. എല്ലാവരും തന്ന അഭിപ്രായത്തിൽ വളരെ താങ്ക്സ്. ഞാൻ അഭിവാദ്യം മ്യൂട്ട് ചെയ്തോളൂ. ഓക്കെ, എന്തോ ഉറക്കത്തിലും പറ്റും, തീർച്ചയായിട്ടും. ഓക്കെ, സോ മായാമാതാജി ചോദിച്ചതിനുള്ള ആൻസർ എന്ന് പറഞ്ഞ് രണ്ടാമത്തെ പോർഷൻ ഞാൻ അങ്ങനെ പറയാൻ കാരണം, ഭാഗവതം ക്ലാസ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ നാമം ജപിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ഉദ്ദേശം മീൻസ് ഓക്കെ, നമ്മുടെ പ്യൂരിഫിക്കേഷൻ, ക്ലീനിങ് അതല്ല ഉദ്ദേശിക്കുന്നത്. എന്താണ് നാമം യഥാർത്ഥത്തിൽ ജപിക്കുമ്പോൾ സംഭവിക്കുന്നത്?
നമ്മൾ നാമം ജപിക്കുമ്പോൾ നാമം കേൾക്കുക കൂടിയാണ്. കറക്റ്റ്. അപ്പോൾ ഭഗവാനെ നമ്മൾ ഓർക്കുക, ഭഗവാനെ ഓർക്കുക എന്നുള്ളതാണ് നാമജപത്തിൻ്റെ പ്രധാനമായ ഉദ്ദേശം. അപ്പം ഭാഗവതം ക്ലാസ് കേൾക്കുമ്പോൾ നമ്മൾ എന്താ ഓർക്കുന്നത്? അതും കേൾക്കുക, അത് ഭഗവാനെ ഓർക്കുകയാണ് അല്ലേ. സോ നാമജപം എന്നവിടെ ഉദ്ദേശിക്കുന്നത് ഭാഗവതം ക്ലാസ് പറയുന്ന സമയത്ത് തീർച്ചയായിട്ടും നമ്മൾ ഭഗവാനെക്കുറിച്ച്, ഭഗവാന്റെ കഥകൾ നമ്മൾ കേൾക്കുമ്പോൾ അതും ഒരു സങ്കീർത്തനം തന്നെയാണ്. സോ ഭഗവാനെ കീർത്തിക്കുന്നത് കേൾക്കുമ്പോൾ അതും നാമജപത്തെ, അല്ലെങ്കിൽ നാമജപം എന്നുദ്ദേശിച്ച നാമത്തിൻ്റെ ജപത്തിനെ കുറിച്ച് അത് എക്സാക്ട്ലി അതല്ല എങ്കിൽ തന്നെ ഭഗവാന്റെ നാമവും ഭഗവാന്റെ ഗുണങ്ങളും നമ്മൾ കേൾക്കുകയാണ് ചെയ്യുന്നത്. സോ അത് തമ്മിലൊരു ഡിഫറൻസ് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ മറ്റേത് പറയുന്നത്, ഇത് യഥാർത്ഥത്തിൽ മുമ്പ് പറഞ്ഞതുപോലെ പല ആൾക്കാരും ജപമാല കൊണ്ട് ജപിച്ചു എന്ന് പറയുന്നത് ഫൈൻ, കുഴപ്പമില്ല. എക്സ്ട്രാ അഡീഷണൽ റൗണ്ട്സ് നമുക്ക് ജപമാല കൊണ്ട് ജപിക്കാം. പക്ഷെ നമ്മൾ പ്രിസ്ക്രൈബ്ഡ് അല്ലെങ്കിൽ കമ്മിറ്റഡ് റൗണ്ട്സ് നമ്മൾ ജപിക്കുമ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് ജപമാല ഉപയോഗിച്ച് ഫോക്കസ്ഡ് ആയിട്ട് നമ്മൾ മറ്റൊരു കാര്യവും ചെയ്യാതെ ജപം മാത്രം ചെയ്യുക. അതല്ലാതെ വെജിറ്റബിൾ കട്ട് ചെയ്യുന്ന സമയത്ത്, തൂത്തുവാരുന്ന സമയത്ത്, ഭഗവാന്റെ സേവനം ചെയ്യുന്ന സമയത്ത്, കുക്ക് ചെയ്യുന്ന സമയത്ത്, നടക്കുന്ന സമയത്ത്, യാത്ര ചെയ്യുന്ന സമയത്ത്, അപ്പോഴെല്ലാം നമ്മൾ ഭഗവാന്റെ നാമം മനസ്സിലിങ്ങനെ ഉരുവിട്ടുകൊണ്ടേയിരിക്കണം. അപ്പോൾ മറ്റേ ഇവിടെ കണക്ഷനിൽ മാതാജി പ്രഭുവും പറഞ്ഞു, ആ പ്രഭു എന്താ ഹീര എന്ന കണക്ഷനാണ്. പ്രഭുവിൻ്റെ പേര് എനിക്കറിയില്ല. പ്രഭുവിൻ്റെ പേരെന്താണ്? ഹീരലാൽ പ്രഭു പറഞ്ഞു, അതായത് ഉറക്കത്തിലും നമ്മൾ ഭഗവത് നാമം ജപിക്കണം. തീർച്ചയായിട്ടും വളരെ പ്രാധാന്യപ്പെട്ട കാര്യമാണ്. ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ഫുൾ ടൈം, അതായത് ഉണർന്നിരിക്കുന്ന സമയത്ത് എല്ലാം ഭഗവത് നാമം നമുക്ക് ഓർക്കാൻ സാധിക്കുമെങ്കിൽ രാത്രി ഉറങ്ങുമ്പോഴും തീർച്ചയായിട്ടും മനസ്സിൽ അതിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. കാരണം എനിക്ക് പേഴ്സണലായിട്ട് എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുമ്പ് ഹിസ് ഹോളിനെസ് ജയപതാക സ്വാമി ഗുരു മഹാരാജിൻ്റെ വ്യാസപൂജ സെലിബ്രേറ്റ് ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഗ്ലോറിഫിക്കേഷനിൽ നമ്മൾ അതിനെക്കുറിച്ച് പറയുകയും ചെയ്തു. മറ്റൊരു ഡിവോട്ടിയും അതിനെക്കുറിച്ച് പറയുന്നത് ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടുള്ളതാണ്. രാത്രിയിൽ, അതായത് ഗുരു മഹാരാജ് ഇപ്പോൾ വയ്യാത്ത ഒരവസ്ഥയിലിരിക്കുന്ന സമയത്ത് ഫുൾ നൈറ്റിൽ നമ്മൾ ഗുരു മഹാരാജിൻ്റെ കൂടെ ഉണർന്ന് ഒരാൾ ഇരിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. കാരണം എന്തെങ്കിലും ആവശ്യം ഗുരു മഹാരാജിന് വേണമെങ്കിലോ എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഒരാൾ കംപ്ലീറ്റ് സമയം ഉണർന്നിരിക്കും. അപ്പോൾ അങ്ങനെ ഉണർന്നിരിക്കുന്ന ഒരു ദിവസം പല പ്രാവശ്യവും പല ദിവസങ്ങളിൽ എനിക്ക് തന്നെ അതിനുള്ള അവസരം കിട്ടിയിട്ടുള്ളതുകൊണ്ട് അങ്ങനെ ഗുരു മഹാരാജ് അവിടെ കിടക്കുന്ന സമയത്ത് രാത്രി 1 മണി, 1:30, 2 മണിയൊക്കെ ആയാലും ഗുരു മഹാരാജിൻ്റെ കയ്യിലിരിക്കുന്ന ക്ലിക്കറിൻ്റെ ശബ്ദം ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. ക്ലിക്കർ ഇങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുക. ദാറ്റ് മീൻസ് ഹി മേ ബി ഇൻ ഹാഫ് സ്ലീപ്പ്, ഐ ഡോണ്ട് നോ. ഞാൻ ഒരു പക്ഷേ പകുതി ഉറക്കത്തിലോ അല്ലെങ്കിൽ പൂർണ്ണമായ നിദ്രയിലോ ആയിരിക്കാം. പക്ഷേ അദ്ദേഹവും ആ സമയത്തും അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കൂടി ജപം, ഭഗവത് നാമം ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ അത് വളരെ ഉയർന്ന വൈഷ്ണവ ഭക്തന്മാർക്ക് അത് സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്നതാണ്. തീർച്ചയായിട്ടും നമുക്ക് ആ ലെവലിലേക്ക് എത്തണം. പിന്നെ എനിക്ക് തന്നെ പേഴ്സണലി എനിക്ക് പല ദിവസങ്ങളിൽ അനുഭവം ഉണ്ടായിട്ടുണ്ട്. രാവിലെ ഉണരുന്ന സമയത്ത് അല്ലെങ്കിൽ ഉറക്കത്തിൽ തന്നെ പല സമയത്തും ഏതെങ്കിലും ആവശ്യത്തിനായിട്ട് ഉണരേണ്ടി വന്നു കഴിഞ്ഞാൽ ഉണരുന്ന സമയത്തുണ്ടെങ്കിൽ മനസ്സിലധികം നമ്മൾ ഈ ഹരേ കൃഷ്ണ ജപിച്ചുകൊണ്ടേ ഉണരുന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമ്മൾ ഈ പകൽ സമയത്ത് ഉണർന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഭഗവത് നാമം ജപിക്കുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഉറങ്ങുന്ന സമയത്തും നമുക്ക് ആ ജപം നമുക്ക് മനസ്സിലുണ്ടാകാൻ സാധ്യതയുണ്ട്. സോ ആക്ച്വലി എനിക്ക് എന്താ പറഞ്ഞു എനിക്ക് അങ്ങനെ അനുഭവം ഉണ്ടായിട്ടുള്ള ഉറക്കത്തില് നമ്മൾ അറിയാതെ ചെറിയ ഉപബോധം വരില്ലേ നമുക്ക് ഉണരുമ്പോ, അപ്പോഴും നമ്മളെ മനസ്സിൽ ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. നാമം ചൊല്ലിയിട്ടാവും നമ്മൾ കിടക്കുക, ഭഗവാനൊക്കെ സമർപ്പിച്ചിട്ടാണ് കിടക്കുക. പക്ഷെ അതിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും ഭഗവാന്റെ പരീക്ഷണം പോലെ ഒരു പേടി സ്വപ്നം പോലെ വന്നാല് നമ്മൾ സ്വപ്നത്തിൽ പോലും ഉറക്കെ ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിച്ച് ഭഗവാന്റെ ഒരു പല പ്രാവശ്യം ഭഗവാൻ സ്വപ്നത്തിൽ കൂടെ തന്നെ കാണിച്ചു തരുന്നുണ്ട്. ഞാനുണ്ട് കൂടെ, സ്വപ്നത്തിലായാലും അങ്ങനെ പല പല അനുഭവങ്ങൾ. ഓക്കെ. അപ്പോൾ ആക്ച്വലി എനിക്ക് ഈ ശ്ലോകത്തിനെ കുറിച്ച് കുറച്ചുകൂടി പോയിന്റ്സ് പറയാനുണ്ട്. പക്ഷേ നമ്മുടെ സമയം അതിക്രമിച്ച് നമുക്കിപ്പോൾ 8 മണിയായ സമയം. ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം അല്ലെങ്കിൽ ഈ ഒരു പോർഷനും കൂടി നമുക്ക് അടുത്ത ക്ലാസ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്ത് നമുക്കതിനെക്കുറിച്ച് അടുത്ത ക്ലാസ്സിൽ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാൻ പറ്റും. താങ്ക് യു സോ മച്ച്. എല്ലാവരും വന്നതിൽ വളരെ സന്തോഷം. സോ വളരെ മനോഹരമായ ഒരു ശ്ലോകം, സ്തോത്രമാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത്. അപ്പോൾ കലിയുഗത്തിൻ്റെ ആരംഭ സമയങ്ങളിൽ തന്നെ
ഈ ഭഗവത് നാമത്തിൻ്റെ പ്രചാരം വളരെ ഇതായിട്ട് തന്നെ കൊണ്ടുവന്ന് അന്ന് കുലശേഖര രാജാവ് നമുക്ക് വേണ്ടിയിട്ട് ഇത്ര പ്രാധാന്യം നമ്മൾ ഹരിനാമത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. സോ ഇതെല്ലാവരും മനസ്സിലിരിക്കുക. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ എപ്പോഴും ഭഗവാന്റെ ഓർമ്മകളും ഭഗവാന്റെ നാമവും എപ്പോഴും ഉണ്ടാവാനായിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. അത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ.